ഹായ് ഡിയേഴ്സ്. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ ഇന്ന് പള്ളിപ്പെരുന്നാൾ കാണാൻ പോവുകയാണ്. അതേ നമ്മുടെ റൈഡർ ആദ്ര ഇവിടെയുണ്ട്. അപ്പോൾ ആദ്രയാണ് വണ്ടി ഓടിക്കുന്നത്. പള്ളിപ്പെരുന്നാൾ കാണാത്തവരും കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ ഗോയ്സ്, അപ്പോൾ ഞങ്ങൾ പള്ളിപ്പെരുന്നാൾ പോയി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടാ. ഓക്കെ, അങ്ങനെ തന്നെ പള്ളിപ്പുറം പാലിറങ്ങി ഇപ്പോൾ അവിടെ കണ്ട കാഴ്ചയുണ്ട്. ഇത് ലൈറ്റിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി പള്ളി വരെ ഉണ്ട് കേട്ടോ ലൈറ്റുകൾ. പള്ളിപ്പെരുന്നാളായതുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ ഇവിടെ തിരക്കായതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഒത്തിരി ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഓക്കെ, നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറാ. അങ്ങനെ അവിടെ എത്തി കണ്ട, ഞാൻ പറഞ്ഞില്ലേ ലൈറ്റുകൾ അവിടെ വരെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ കമ്മൽ കടയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഒന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ അതാ നടന്ന് അവിടെ എത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കില്ലേ കണ്ട, ടെടി, ചെടി, അതേപോലെ സ്നാക്സ്, അങ്ങനത്തെ ഒക്കെ കുറേ. ഇപ്പം നമ്മൾ താലപ്പൊലി എങ്ങനെയാണ് അതേപോലെയൊക്കെ ഉണ്ടാകും. ഞാൻ ആദ്യമായിട്ട് കാണണാണേ പള്ളി പെരുന്നാൾ, അതിൻ്റെ ഇതുകൊണ്ട് പറയണാണേ. അങ്ങനെ അതൊക്കെ ഇഷ്ടമായി. അതൊക്കെ നോക്കി വിലയൊക്കെ ചോദിച്ച് പോയി. അങ്ങനെ പള്ളിയുടെ അവിടേക്ക് എത്തി. ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, അപ്പം അത്ര തിരക്കാണ് പള്ളിയിൽ അവിടെ. ഞങ്ങൾ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ നല്ല തിരക്കുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അങ്ങനെ അതാ കണ്ട, മെഴുകുതിരിയൊക്കെ കത്തിക്കേണ്ട ആൾക്കാർ, പിന്നെ പ്രാർത്ഥന ഉണ്ട് അവിടെ. അപ്പം അതൊക്കെ കൂടാനൊക്കെയാണ് ആൾക്കാർ വന്നേക്കണത്. രാവിലെ നല്ല പരിപാടികളും. ഇപ്പം ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ പ്രാർത്ഥനയുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടാനായിട്ടാണ് ആൾക്കാർ വരുന്നത്. കണ്ട, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റിലൂടെ അറിയിക്കണേ. അങ്ങനെ അതാ പള്ളിയുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തിരക്കൊക്കെ കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെതാ പോണ അവിടെയാണ് ഇങ്ങനെ ഒരു മാതാവിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോഴാണ് ഈ മാജിക് ബുക്ക്, പണ്ടൊക്കെ കണ്ടില്ലേ മാജിക് ബുക്ക്, അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ അത് ഞങ്ങൾ യാമിക്ക് വാങ്ങിച്ച്, ഇതുണ്ട വാങ്ങിച്ചത് യാമിക്ക്. ഒരു കളർ പെൻസിലും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ഇപ്പം തന്നെ രാത്രി 10:30 ആയിട്ടാണ് പോന്നപ്പോൾ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ കുറേ ആൾക്കാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ. അപ്പോൾ അതാ ഈ ബുക്കും വാങ്ങിച്ച്, കളർ പെൻസിലും വാങ്ങിച്ച്, പിന്നെ ഇങ്ങനെ ഹെയർ ഓയിലിൻ്റെ ബോട്ടിൽ അതും വാങ്ങിച്ച് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.